അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചക്ക വിഭവമായിട്ടാണ്. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നത് ചക്ക ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം കറും മുറയെ കടിച്ചിട്ടുള്ള നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ. അപ്പം ഞാൻ ഇത് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവസാനം പൊരിച്ച് കോരി കഴിഞ്ഞതിന് ശേഷം കായപ്പൊടി, അതേപോലെ മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത് മൂന്നും കൂടി നല്ലോണം കൂട്ടി യോജിപ്പിക്കുകയാണ്. പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചക്ക നല്ലോണം വൃത്തിയാക്കിയിട്ട് ചക്കച്ചുളകളെയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വട്ടത്തിനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ ചക്ക ഇങ്ങനെ ഇതേപോലെ കുരുവിൻ്റെ ഭാഗം ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ ചെത്തി കൊടുത്തതിന് ശേഷം ആ കുരു അതിനെ ഒരു കയ്യിൻ്റെ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കളഞ്ഞാൽ മതി. അങ്ങനെ ഇത് മുഴുവൻ അങ്ങനെ എല്ലാ ചക്കകളും അങ്ങനെ കട്ടില്ലാതെ വട്ടത്തിന് നിർത്തിയിരിക്കുക. ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള ചക്കൻ്റെ ഉള്ളിലുള്ള കുരുവിൻ്റെ മുകളിലുള്ള തൊലി പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചക്കക്കുരു മാത്രം അത് കളഞ്ഞാൽ മതി. അത് അതിൽ പൊരിഞ്ഞിരിക്കുമ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് എല്ലാതും ഇങ്ങനെ വട്ടത്തിനായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. എല്ലാതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലൊന്നും ഞാൻ ചേർത്തിയിട്ടില്ല, മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിയിട്ടില്ല. വെറുതെ പൊരിച്ചെടുക്കുക. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തി കൊടുക്കുക. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊരിച്ച് കോരിയതിന് ശേഷം ചേർത്തി കൊടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ലോ ഫ്ലെയിം അങ്ങനെ പൊരിച്ച് കോരിയാൽ മതി. ഇത് ബാക്കിയുള്ളതൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇത് അവസാനമുള്ളതാണ് ഞാനിത് ഇട്ട് കൊടുത്തത്. ഇത് കുറേശ്ശെ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിട്ട് ആണ് ഞാൻ പൊരിച്ച് കോരിയത്. ചൂട് കുറയാൻ തോന്നുമ്പോൾ കുറച്ചുകൂടി കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഇത് പൊരിച്ച് കോരിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവണ വരെയാണ് ഞാൻ പൊരിച്ച് കോരിയിട്ടുള്ളത്. നല്ലോണം കറുത്ത കളറൊന്നും ആവണ്ട, അപ്പോൾ കയ്പ്പായിരിക്കും വരിക. ഇപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി അവനതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എത്ര എരിവ് വേണോ അതിനനുസരിച്ച്. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വല്ലാതെ എരിവില്ലാതിരിക്കാൻ വേണ്ടി. ഇവിടെ പേരക്കുട്ടികൾക്ക് വല്ലാതെ എരിവ് പറ്റൂല. അപ്പോൾ കുറേശ്ശെ എരിവ് മതിച്ചിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. മറ്റേ മുളക് പൊടിയായാലും നല്ല ടേസ്റ്റാണ് എരിവ് പറ്റണവർക്ക്. എന്നിട്ട് നല്ലോണം ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ലൊരു കീസിൽ കെട്ടിയിട്ട് നല്ലൊരു പാത്രത്തിൽ അല്ലെങ്കിൽ അടപ്പുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ എത്ര കൂടുതൽ ഉണ്ടാക്കിയാലും നല്ല കറുമുറയായിട്ട് തിന്നാം. പക്ഷേ കാറ്റ് കിടക്കണതിലൊന്നും ആവരുത്. കണ്ടോ, കറുമുറ നല്ലോണം പൊട്ടി അതേപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ ഉണ്ടാക്കിയൊക്കെ വെക്കലുണ്ട്. പിന്നെ പാത്രത്തിലിട്ട് വെച്ചാൽ അങ്ങനെ വാരി തിന്നുവർ. അപ്പോൾ നല്ലൊരു അടിപൊളി ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.